അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സംഭവം മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവുമായിട്ട് വലിയൊരു ബന്ധമാണ്. ഇബാദത്തിലും ഇൽമു പഠിക്കലും എന്തോ ഒരു ആവേശമായിരുന്നു. ധാരാളം ഇബാദത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, ഇൽമു പഠിക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് 15 വയസ്സായപ്പോൾ തൻ്റെ ഉമ്മയോട് പോയി പറഞ്ഞു, ഉമ്മ, എന്നെ എൻ്റെ വഴിയിലേക്ക് വിടുമോ? ഞാൻ അല്ലാഹുവിന് ഇബാദത്തുമായി ഞാൻ ജീവിച്ചു കൊള്ളട്ടെ. അത്രമാത്രം രസമാണ്. വേറൊന്നും ബഹുമാനപ്പെട്ടവർക്ക് ചിന്തിക്കാൻ തോന്നില്ല. ഏത് വയസ്സിലാണ്? 15 വയസ്സിലാണ്. അങ്ങനെ ഉമ്മയോട് ചോദിക്കണം, എന്നെ ദുനിയാവിൻ്റെ കാര്യത്തിലൊന്നും എന്നെ നിർബന്ധിപ്പിക്കല്ലേ, ഞാൻ അല്ലാഹുവിൻ്റെ വഴിയിലേക്കൊന്ന് തിരിയട്ടെ, അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് വേണ്ടി എന്നൊന്ന് വിട്ടുതരുമോ? ഇൽമു പഠിക്കലും ഇബാദത്തിനുമായിട്ട് അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ 15 വയസ്സാണല്ലോ. ഉമ്മാക്കൊരു ചെറിയൊരു പേടി വന്നു. ഇങ്ങനെ വിട്ടാൽ എൻ്റെ മകന് ഏത് വഴിയിലേക്കാകും, അതൊരു പേടി വന്നു. അല്ലാതെ ഉമ്മാക്ക് എൻ്റെ മകന് നഷ്ടപ്പെട്ടു പോകുമോ? അതൊന്നുമല്ല, ഉമ്മാക്കും അത് തന്നെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉമ്മ പറഞ്ഞു, ഇപ്പോൾ സമയമായിട്ടില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് വിഷമം തോന്നി. എന്നാലും തൻ്റെ വീട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ടവർ എല്ലാ സമയത്തും ഇബാദത്തിലും ഇൽമു പഠിക്കലും ഈ രീതിയിലായിരുന്നു. ഇതൊക്കെയും ഉമ്മ ശ്രദ്ധിച്ചു. അങ്ങനെ പിന്നെയും ഒരു 5 കൊല്ലം, അതായത് 20-ാം വയസ്സ് ആവുമ്പോഴേക്ക് അതുവരെ ബഹുമാനപ്പെട്ടവർ എന്നും ഇബാദത്താണ്. ഇതൊക്കെ ഉമ്മ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഉമ്മ അവിടെ നിന്ന് തൻ്റെ മകനോട് 20-ാം വയസ്സിലേക്ക് എത്തിയപ്പോൾ ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്. വളരെ അത്ഭുതകരമായ ഒരു വാക്കാണ്. അവിടെ ഉമ്മ പറയുന്നുണ്ട്, യാ വലദി അൽ ആന ഖദ് വഹബതുകല്ലാ, മോനെ, നിന്നെ ഞാൻ അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് ഞാൻ നൽകിയിരിക്കുന്നു, ഇനി എനിക്ക് നീ വേണ്ട എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ആഖിറത്തിൽ കണ്ടുമുട്ടിയാൽ മതി. എനിക്ക് നിന്നെ കൊണ്ടുള്ള ഇനി ഉപകാരം കിട്ടേണ്ടത് ആഖിറത്തിലാണ്. ദുനിയാവിൽ ഞാൻ എങ്ങനെയും ജീവിച്ചോളും, നിന്നെക്കൊണ്ട് എനിക്ക് ദുനിയാവ് ആവശ്യമൊന്നുമില്ല. നീ അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് 5 കൊല്ലം മുമ്പ് നീ എന്നോട് ചോദിച്ചില്ലേ, നിന്നെ ഞാൻ വിടുകയാണ്. ഇനി എനിക്ക് പേടിയില്ല, നീ നല്ല വഴിയിൽ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ആ മകനെ ആ ഉമ്മ അവിടുന്ന് വിടുകയാണ്. നോക്കണം, എന്തൊരു അത്ഭുതം, എന്തൊരു ഈമാനാണ് ആ ഉമ്മയുടേത്. അങ്ങനെ ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വളരെ ആവേശത്തോടുകൂടെ ഇൽമു പഠിക്കാനും ഇബാദത്തിനായി ഒറ്റയ്ക്കുള്ള ആ ജീവിതത്തിനായി ബഹുമാനപ്പെട്ടവർ ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ ഒരു നീണ്ട കാലം ബഹുമാനപ്പെട്ടവർ യാത്രയിലായിരുന്നു, ഇബാദത്തിലായിരുന്നു, അല്ലാഹുവിൻ്റെ ചിന്ത മാത്രമായിരുന്നു. വീടും ഒന്നും ചിന്തിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ എത്ര കൊല്ലം? വഗാബ 10 സിനീന, ഒരു 10 കൊല്ലം ബഹുമാനപ്പെട്ടവരങ്ങനെ ജീവിച്ചു. അങ്ങനെ ഒരു ദിവസം ആവുമ്പോഴേക്ക് മനുഷ്യരാണല്ലോ, ഉമ്മയൊന്നും ഓർമ്മയിൽ വന്നു. അതിനൊന്ന് ഉമ്മാൻ്റെ ഭാഗത്തിലേക്ക് വീട്ടിലേക്ക് ഉമ്മാനൊന്ന് കാണാമെന്ന് ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്നു. തൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം രാത്രി വന്നു. അപ്പോൾ ഉമ്മാൻ്റെ ആ വീട്ടിൻ്റെ വാതിൽ മുട്ടിയപ്പോൾ അവിടുന്ന് ചോദിച്ചു ആരാണെന്ന്. അവിടുന്ന് പറഞ്ഞു, അവിടുത്തെ പ്രിയപ്പെട്ട മകനാണ്, സുഫിയാനാണ് വന്നിട്ടുള്ളത്, ഒന്ന് ഉമ്മാനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അത്ഭുതത്തോടു കൂടെ നമുക്കിത് കേൾക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ആ ഉമ്മ പറഞ്ഞൊരു വാക്ക്, യാ സുഫിയാൻ മൻ വഹബ ലില്ലാഹി ഷൈഅൻ ഫലാ യഊദു ഫിഹി, ഞാൻ അല്ലാഹുവിലേക്ക് കൊടുത്തൊരു വസ്തു ഞാൻ തിരിച്ചു വാങ്ങലില്ല. ഞാൻ നിന്നെ അല്ലാഹുവിലേക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് ഇനി എന്നെ നീ കാണാനൊന്നും വരേണ്ടതില്ല. നീ ഇവിടെ നിന്നാൽ നിൻ്റെ മനസ്സ് തിരിഞ്ഞു പോവും, എന്നെ കണ്ടാൽ നിൻ്റെ മനസ്സ് തിരിഞ്ഞു പോവും. മോനെ, നീ പോയിക്കോ മോനെ, നമുക്ക് ആഖിറത്തിൽ വെച്ച് കാണാമെന്ന് ആ ബഹുമാനപ്പെട്ട സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു കടത്തുകയാണ്. ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ആ ഉമ്മ എന്തൊരു ഈമാനുള്ള ഉമ്മയാണ്. ആ ബഹുമാനപ്പെട്ടവർ ആ മകന് എന്തൊരു മകനാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾ വായിച്ചെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിത ബറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.